ഈശോ അവരോട് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്നെഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു. ഈശോയിൽ ഏറ്റവും വാത്സല്യം നിറഞ്ഞ മക്കളെ, ദേവാലയ ശുദ്ധീകരണം നടത്തുന്ന തമ്പുരാനെയാണ് നാം ഇന്ന് സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്നത്. ഈശോ ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ കാണുകയും അവരെ പുറത്താക്കുകയും ചെയ്തു. തുടർന്ന് ഈശോ ദേവാലയത്തിൽ പഠിപ്പിക്കുന്നതും ജനങ്ങൾ അവൻ്റെ വചനങ്ങൾ ശ്രവിക്കുന്നതുമായ വചനഭാഗത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. ജെറൂസലേം നഗരത്തിൻ്റെ നാശം പ്രവചിച്ചതിന് ശേഷം ജെറൂസലേം ദേവാലയത്തിൽ തൻ്റെ പ്രബോധനങ്ങൾക്കായി കടന്നു ചെന്ന ഈശോ ആ ദേവാലയത്തിൻ്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന ക്രയവിക്രയങ്ങളെയും കച്ചവടത്തെയും എതിർക്കുകയാണ് ഉണ്ടായത്. അവരെ പുറത്താക്കിക്കൊണ്ട് തൻ്റെ പിതാവിൻ്റെ ആലയത്തിൻ്റെ പവിത്രതയും വിശുദ്ധിയും ഈശോ വീണ്ടെടുത്തു. ആടുമാടുകളുടെ രക്തം ചിന്തിയുള്ള ബലികൾക്ക് പകരം ഇനി തൻ്റെ കുരിശിലെ ബലി മാത്രമാണ് ശ്രേഷ്ഠമായതെന്നും മറ്റെല്ലാം ഇനി ഇവിടെ അപ്രസക്തമാണെന്നും ഈശോയ്ക്ക് അറിയാമായിരുന്നു. തൻ്റെ സമ്പൂർണ്ണ ബലിക്കുള്ള ഒരുക്കം കൂടിയായിരുന്നു ഇത്. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, തൻ്റെ പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത ഈശോയ്ക്ക് അന്നും ഇന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ദേവാലയങ്ങളുടെ പരിശുദ്ധിക്ക് ചേരാത്ത എല്ലാ തരത്തിലുള്ള ക്രയവിക്രയങ്ങളെയും ഈശോ നമുക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവ നവീകരിക്കുവാനുള്ള ആഹ്വാനവും ഇന്ന് നമുക്ക് നൽകുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ദൈവം വസിക്കുന്നിടമാണ് ദേവാലയം. അത് പ്രാർത്ഥനാലയമാണ്. ആരാധനകളും സ്തുതിപ്പുകളും വചനപ്രഘോഷണങ്ങളുമെല്ലാം ഉയരുന്ന ഇടമാണിത്. ഓരോ ദേവാലയവും തമ്പുരാന്റെ ബലിവേദിയാണ്. ഈ ബലിവേദിയിലാണ് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത ഈശോ ഇന്നും നമ്മോടൊപ്പം ജീവിക്കുന്നത്. ജീവിത പ്രതിസന്ധികളിൽ ആരും കൂടെയില്ല എന്ന് തോന്നുന്ന വേളകളിൽ നമുക്ക് വിശ്വസിച്ച് ഓടിച്ചെല്ലുവാൻ പറ്റുന്ന, നമുക്കെന്നും അഭയം നൽകുന്ന ആലയമാണ് ഓരോ ദേവാലയവും. അവിടെ നമ്മുടെ മുറിവുകൾ ഉണക്കപ്പെടുന്നു, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു, നമുക്ക് സാന്ത്വനം ലഭിക്കുന്നു, നാം കൃപകളാൽ നിറയുന്നു. ഈ വിശുദ്ധ സ്ഥലത്തെ മലിനപ്പെടുത്തുന്ന നമ്മുടെ അഹങ്കാരങ്ങളിൽ നിന്നും പൊങ്ങച്ചങ്ങളിൽ നിന്നും സ്വാർത്ഥപരമായ താല്പര്യങ്ങളിൽ നിന്നും ആർഭാടങ്ങളിൽ നിന്നുമെല്ലാം നാം വിട്ടുനിൽക്കേണ്ടതുണ്ട്. ചില ആത്മപരിശോധനകളും ശുദ്ധീകരണങ്ങളും നമുക്ക് നല്ലതല്ലേ? ഇന്ന് ക്രിസ്തീയ മനസ്സാക്ഷിക്കും ധാർമ്മികതയ്ക്കും എതിരെ നിൽക്കുന്ന ഏതൊരു പ്രവർത്തനങ്ങളെയും കണ്ടില്ലെന്ന് നടിക്കാതെ അവയ്ക്കെതിരെയുള്ള ക്രിസ്തുവിന്റെ ശബ്ദമാകേണ്ടവർ കൂടിയാണ് നാം ഓരോരുത്തരും. ഈശോയുടെ ഏറ്റവും വാത്സല്യം നിറഞ്ഞ മക്കളെ, ദൈവം ദേവാലയത്തിൽ വസിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിലും വസിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. ശരീരത്തിന്റെ വിശുദ്ധിക്ക് ഭംഗം വരുത്തുന്ന ഒരു പ്രവൃത്തിയും നമ്മിൽ ഉണ്ടാകാതിരിക്കട്ടെ. ഈശോ വസിക്കുന്ന ഇടമാകട്ടെ നമ്മുടെ ശരീരവും ഹൃദയവും. എപ്പോഴും തീക്ഷ്ണതയാൽ ജ്വലിക്കുന്ന ക്രിസ്തുവിന്റെ മുഖവും അവിടുത്തെ ചൂണ്ടുവിരലും നമുക്ക് നേരെയുണ്ട് എന്ന സത്യം നാം ഒരിക്കലും വിസ്മരിക്കരുത്. ഇന്നേ ദിവസം ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഓരോ ദേവാലയത്തിലും ഏറ്റവും വിശുദ്ധിയിൽ കടന്നു ചെല്ലുവാനും ദൈവാനുഭവങ്ങളാൽ നിറയുവാനും ഞങ്ങളുടെ ജീവിതത്തെ മലിനമാക്കുന്ന എല്ലാം വിട്ടുപേക്ഷിക്കുവാനുമുള്ള കൃപാവരങ്ങൾ ഞങ്ങൾക്ക് ഇന്നേ ദിവസം നൽകണമേ എന്ന്. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, ഈശോയോടൊപ്പമുള്ള നല്ലൊരു ദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും വാത്സല്യം നിറഞ്ഞ മക്കളെ, ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈശോ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു, ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നു. ആമേൻ.